70K ഗെയിമിംഗ് പി സി, അതും 1440p ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ റാമിൻ്റെയും എസ് എസ് ഡിയും പ്രൈസ് ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ഇത് പോസിബിൾ ആണോ? അതും 1440p ഗെയിമിങ്ങിന്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി നോക്കി. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ യെസ് ഓഫ് കോഴ്സ് 1440p ഗെയിമിംഗ് 70K ഓൺലി യൂസിങ് ന്യൂ പാർട്സ് പോസിബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാർട്സ് ഇൻട്രൊഡക്ഷൻ ആണ്, അതായത് റെക്കമെൻഡേഷൻ മാത്രമാണ്. ഒരു 70,000 രൂപ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു 1440p ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യാം, അതിൻ്റെ പാർട്സ് ഏതൊക്കെയായിരിക്കാം, എന്തൊക്കെയാണ് ഏകദേശം പെർഫോമൻസ്, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് മേടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറയാൻ പോകുന്ന എല്ലാ പാർട്സിൻ്റെയും ലിങ്ക് ഏത് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നും കൂടി ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈസി ആയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗെയിമിംഗ് പി സി പണിയാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുക. എസ് എസ് ഡിയും റാമിൻ്റെയും പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിലും ബാക്കി കമ്പോണൻസിൻ്റെ പ്രൈസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്, ഇനി വെയിറ്റ് ചെയ്താലും പൈസ കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. Ryzen 5 5500 അതാണ് നമ്മുടെ സി പി യു. ഇതൊരു ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടാവുന്ന റേറ്റിൽ വെച്ചിട്ട് നല്ലൊരു ഗെയിമിംഗ് സി പി യു ആണ്. ഇത് റൈസിൻ്റെ ആർക്കിടെക്ചർ 3 ലെവലിൽ വരുന്ന ഒരു സി പി യു ആണ്. 6 കോഴ്സും 12 ത്രെഡ്സും, ബേസ് ക്ലോക്ക് 3.6 ആണെന്ന് തോന്നുന്നു, അപ് ടു 4.2 വരെ നിങ്ങൾക്ക് ഓവർ ക്ലോക്കിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. L3 ക്യാഷ് എന്ന് പറയുന്നത് 16 MB മാത്രമാണ്. പിന്നെ PCIe Gen 3 വരെ മാത്രമേ സപ്പോർട്ട് വരുന്നുള്ളൂ. എന്നാൽ പോലും ഈ ഒരു സി പി യു ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ വെച്ചിട്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു സി പി യു ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റേഷൻ്റെ സി പി യു, അത് Zen 2 ആർക്കിടെക്ചറിൽ വരുന്ന ഒരു സി പി യു ആണ്. അത് എന്താ പറയുക, 8 കോർസ് ഉള്ള ഒരു സി പി യു ആണ്. എന്നാൽ പോലും നമ്മൾ ഈ Ryzen 5 5500 Zen 3 ആർക്കിടെക്ചറിൽ വരുന്നത് കൊണ്ടിട്ടും ഒരുപാട് ഇത്തിരിയും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു സി പി യു ആണ്. അപ്പോൾ ഗെയിമിംഗ് പെർപ്പസസിന് യാതൊരുവിധ പേടിയും വേണ്ട. ഇന്നത്തെ മാർക്കറ്റിലും ഇന്നത്തെ ഗെയിംസിലും അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സി പി യു തന്നെയാണ്. പോരാതെ തന്നെ നമ്മളുടെ ഈ 70K ബഡ്ജറ്റിൽ 1440p ഗെയിമിംഗ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം നമ്മൾക്ക് സി പി യു ഒരുപാട് സ്ട്രെസ് വരുന്നില്ല. സ്ട്രെസ് വരുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് അനുസരിച്ചിരിക്കും. പക്ഷേ ഗെയിമിങ്ങിന് വരാൻ നേരത്ത് സി പി യു അത്യാവശ്യം ഒരു ചെറിയ ശതമാനം ലോഡ് കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു സി പി യു 1440p ഗെയിമിങ്ങിന് ആപ്റ്റ് ആയിരിക്കും. ഈ സി പി യുടെ TDP എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ഡ്രോൺ പവർ എന്ന് പറയുന്നത് 65 വാട്ട്സ് മാത്രമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഈ സി പി യുവിൽ നമ്മൾ മേടിക്കാൻ നേരത്ത് ബോക്സ്ഡ് വേർഷൻ ആണ് മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേർഷൻ്റെ ഒപ്പം തന്നെ കൂളർ വരുന്നുണ്ട്. അപ്പോൾ ആ കൂളർ തന്നെയാണ് നമ്മൾ ഈ ബിൽഡിന് യൂസ് ചെയ്യേണ്ടത്. അതിനല്ലാതെ വേറൊരു കൂളറിന്റെ ആവശ്യം ഈ സി പി യുക്കില്ല. ഒരു പക്ഷേ ഈ ഫാൻ ചിലപ്പോൾ ഒരു ഇത്തിരി ലൗഡ് ആയിരിക്കാം. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാണ് ഗെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാൻ കർവ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഓഫ്കോഴ്സ് ഈ സി പി യുക്ക് ഈ ഒരു ബോക്സ്ഡ് കൂളർ തന്നെ ധാരാളമാണ്. ഈ ഒരു സി പി യുക്ക് തീർച്ചയായിട്ടും ഗ്രാഫിക്സ് കാർഡ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ 70K ബിൽഡിൽ 1440p ഗെയിമിങ്ങിന് വരുന്ന ജി പി യുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ബാക്കി പാർട്സ് ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഗെയിമിംഗ് പി സി റെഡിയാക്കിയത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് അവസാനം പറയാം. അതിനു മുമ്പ് ബാക്കിയുള്ള പാർട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് കൂടാതെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തു, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്നും കൂടി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ജി പി യു വെച്ചിട്ട് ആ ഒരു ബിൽഡ് വരാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മദർ ബോർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MSIയുടെ ബ്രാൻഡാണ്. അതിൽ B550M Pro VDH വൈഫൈ ബ്ലൂടൂത്ത് ഒക്കെ വരുന്ന ഒരു ബോർഡാണ്. നല്ലൊരു ബോർഡാണ്. ഇതിൻ്റെ മെയിൻ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സി പി യു ചിലപ്പോൾ ഡയറക്റ്റ് ഈ മദർ ബോർഡിൽ റൺ ആകണമെന്നില്ല. ബയോസ് പഴയതായിരിക്കും. പക്ഷേ ഈ മദർ ബോർഡിൽ തന്നെ നമുക്ക് ബയോസിന്റെ ഫ്ലാഷ് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പെൻഡ്രൈവിലേക്ക് ഈ മദർ ബോർഡിന്റെ ചിപ്പ് സെറ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് മദർ ബോർഡിന്റെ ഫ്ലാഷ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ മദർ ബോർഡിന്റെ ബയോസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോർഡാണ്. പിന്നെ മറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഞാൻ കണ്ടു വെച്ച് നോക്കാൻ നേരത്ത് ഇതിൽ SSDക്ക് വേണ്ടിയിട്ട് ഹീറ്റ് സിങ്ക് മദർ ബോർഡിൽ തന്നെ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ SSD ചൂടാകാതിരിക്കാനായിട്ട് ഒരു ഹീറ്റ് സിങ്ക് പോലെ, ചൂട് കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ SSDക്ക് വേണ്ടിയിട്ട് ഒരു ഹീറ്റ് സിങ്ക് പോലത്തെ ഒരു സാധനം വരും. ആ ഒരു സംഭവം ഈ മദർ ബോർഡിൽ വരുന്നുണ്ട്. പോരാത്തതിന് പമ്പ് ഹെഡർ ഉണ്ട്, സി പി യുടെ പമ്പ് ഹെഡർ ഉണ്ട്. അപ്പോൾ അതൊരു നിങ്ങൾ ഭാവിയിൽ ഒരു ഓൾ ഇൻ വൺ കൂളറൊക്കെ വെക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള പമ്പ് ഹെഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലെങ്കിലും പോസിബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു മദർ ബോർഡിന് ആ ഫീച്ചർ ഉണ്ട്. PCIe Gen 4 SSD സപ്പോർട്ടും ഉണ്ട്. പക്ഷേ നമ്മുടെ സി പി യു ഇപ്പോൾ എന്താ പറയുക, PCIe Gen 3 വരെ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ PCIe Gen 3 വേഴ്സസ് Gen 4 വേഴ്സസ് Gen 5 ഇതിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് വളരെ മിനിമലാണ്. എന്നാൽ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു കിട്ടുന്ന ബെനിഫിറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈസ് അല്ല ഇവർ നമ്മുടെ ഈ ജനറേഷൻ മാറാൻ നേരത്തുള്ളവരുന്ന വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ ഇതിൻ്റെ യൂസൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ PCIe Gen 3 ഇപ്പോഴും വാലിഡ് ആണ്. സിസ്റ്റത്തിൻ്റെ റാം എന്ന് പറയുന്നത് ലോ പ്രൊഫൈൽ റാം ആണ്. യൂഷ്വലി 1440p ഗെയിമിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ളത് 32 GB ഓഫ് സിസ്റ്റം റാം ആണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിംഗ് കണ്ടീഷൻസ് വെച്ചിട്ട് അത് ഇപ്പോൾ ഈ ഒരു 70K ബഡ്ജറ്റിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 16 GB റാം ആണ്. ഡുവൽ ചാനൽ 8x2 16 GB റാം ആണ്. അത് 3200 MHz സ്പീഡും ക്യാഷ് ലേറ്റൻസി 16ഉമാണ്. റാമിൻ്റെ സ്പീഡും
ക്യാഷ് ലേറ്റൻസി എല്ലാ കാര്യങ്ങളും തന്നെ എന്താ പറയുക ഒരുപാട് ചീപ്പ് കാര്യങ്ങളല്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് നല്ല പവർ സ്പീഡും കാര്യങ്ങളുള്ള നല്ല റാം തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 6 GB ഉണ്ട്, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. പോരാത്തതിന് നല്ല ഹീറ്റ് സ്പ്രെഡർ ഒക്കെ ഉണ്ട്, അതായത് റാമിന്റെ മുകളിൽ തന്നെ വരുന്ന ഒരു ഹീറ്റ്, നമ്മളെ SSD ചൂടാകുമ്പോൾ തണുപ്പിക്കുന്ന പോലത്തെ ഒരു ഹീറ്റ് സ്പ്രെഡർ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും ഉണ്ട്. 6 GB ഉണ്ട്. SSD വരുന്നതും ഇന്നത്തെ റേറ്റിൽ വെച്ചിട്ട് SSD റേറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വെച്ചിട്ട് NVMe M.2 SSD 1TB റെക്കമെൻഡ് ചെയ്യില്ല. തൽക്കാലം നിങ്ങളൊരു സിസ്റ്റം പണിയാണെന്നുണ്ടെങ്കിൽ ഒരു 512 GB SSD മേടിച്ച് വെച്ചിട്ട് പ്രൈസ് നോക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 512 GB സിസ്റ്റം സ്റ്റോറേജ് ആണ്. ഇതും PCIe 3 തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വിലക്കുറവുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ CPU PCIe Gen 3 വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അതേപോലെ സെറ്റായി യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു ബിൽഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി പവർ സപ്ലൈ വരുമ്പോഴേക്കും MSIയുടെ ബ്രാൻഡാണ്, 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഇത് എന്താ പറയുക, ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിലുണ്ട്. ഒരുപാട് സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവൺ ആക്കിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പവർ സപ്ലൈ ആണിത്. അപ്പോൾ MSIയുടെ 650 വാട്ട്സിന്റെ ഒരു പവർ സപ്ലൈ ആണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രോൺസ് റേറ്റഡ് ആണ്, 87% എഫിഷ്യൻസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 5 വർഷത്തെ ഗ്യാരണ്ടിയും ഉണ്ട്. ചെറിയൊരു ഹെഡ് റൂം ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു CPU അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലോ ചെറിയൊരു GPU അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലോ നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു എന്താ പറയുക പവർ സപ്ലൈയുടെ ആ ഒരു ഹെഡ് റൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഒരുപാട് വലിയ അപ്ഗ്രേഡുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തത്. ഈ ഒരു 70,000 PC ഇന്നത്തെ മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും ഞാൻ അടുത്ത ഒരു 3-4 വർഷത്തേക്ക് കുഴപ്പമില്ലാതെ ഓടാൻ വേണ്ടി സാധ്യതയുള്ള ഒരു ഗെയിമിംഗ് PC ആണ് ഇത്. അപ്പോൾ ഓഫ് കോഴ്സ് യൂസിങ് അപ്പ് സ്കെയിലിംഗ് ആൻഡ് ഓൾ. കേസ് എന്ന് പറയുന്നത് നത്തിങ് ഫാൻസി, സെബ്രോണിക്സിന്റെ ഒരു ഡുവൽ ചേംബർ കേസ് ആണ്. ക്ലീൻ എസ്തെറ്റിക് ലുക്ക്. പോരാത്തതിന് നമ്മുടെ എല്ലാ പാർട്സും പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ പാർട്സും ഇതിന്റെ അകത്ത് ഫിറ്റ് ആകും. AIO കൂളർ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് PCയിലെ മെയിൻ ഐറ്റമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക് കാർഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇത് ഈ ഗ്രാഫിക് കാർഡിനെ കുറിച്ച് ഫീച്ചേഴ്സ് പറയാം. 1440p ഗെയിമിങ്ങിന് 8GB VRAM വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അഫ്കോഴ്സ് ഇനി റൺ ചെയ്താൽ പോലും സ്റ്റട്ടറിങ് ഉണ്ടാവും. VRAM കുറവുള്ളത് കൊണ്ടിട്ട് ചിലപ്പോൾ ഗെയിം ക്രാഷ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ 1080pയിലേക്ക് ചുരുക്കണം. അപ്പോൾ അങ്ങനെ 1080pയിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 1440p സ്പെക്കിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം പണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ എന്ത് വന്നാലും VRAM നമ്മൾക്ക് 12GB മിനിമം 1440p ഗെയിമിങ്ങിന് വേണം. പഴയ ഗെയിംസ് കുഴപ്പമില്ല. ഇപ്പോൾ ഇന്നത്തെ ഗെയിംസ് കളിക്കുക 70,000 ഒരു ചെറിയ പൈസ അല്ല. അപ്പോൾ ഇന്നത്തെ ഗെയിംസും നമ്മൾ എന്ത് വന്നാലും എൻജോയ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ 12GB VRAM ഉള്ള ഒരു ഗ്രാഫിക് കാർഡാണ് ഇത് വരുന്നത്. ടെക് സ്പോട്ട് പോലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഈ ഗ്രാഫിക് കാർഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 12 ഗെയിം ആവറേജ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ 1080p ഹൈ സെറ്റിംഗ്സിലെ 1080pയിലെ ആവറേജ് FPS എന്ന് പറയുന്നത് 77 FPS ആണ്. 1440p ഗെയിമിങ്ങിൽ അത് 57 FPS വരും. അതായത് ഓൾമോസ്റ്റ് 60 FPS നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക് കാർഡ് വെച്ച് പ്രതീക്ഷിക്കാം. ഈ ഒരു ഗ്രാഫിക് കാർഡ് വേറൊന്നുമല്ല, ടീം ഇന്റലിന്റെ ബാറ്റിൽമേജ് സീരീസിൽ വരുന്ന B580 ഗ്രാഫിക് കാർഡാണ്. ഞാൻ പേഴ്സണലി ഒരു 3-4 മാസത്തോളം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ ഗ്രാഫിക് കാർഡിന്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിന്റെ. ഇന്റലിന്റെ അപ്സ്കെയിലിംഗ് ടെക്നോളജി ആയിട്ടുള്ള XeSS കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഏത് ഗ്രാഫിക് കാർഡ്സിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഒരു AMD ഗ്രാഫിക് കാർഡ് വെച്ചിട്ട് AMD FSR 2ഉം 3ഉം ഒക്കെ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അപ്സ്കെയിലിംഗിൽ തരുന്നത്. പക്ഷേ ഇന്റൽ അവിടെ വ്യത്യസ്തമാണ്. വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മളൊരു AMD ഗ്രാഫിക് കാർഡ് വെച്ചിട്ട് ഇന്റലിന്റെ അപ്സ്കെയിലിംഗ് ആയ XeSS യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സും ആ ഒരു AL കാൽക്കുലേഷനും ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവത്തിലാണ് നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ഇന്റൽ ഗ്രാഫിക് കാർഡാണ് ഉള്ളത്, ഇന്റലിന്റെ സ്വന്തം അപ്സ്കെയിലിംഗ് ആയ XeSS ഇന്റൽ ഗ്രാഫിക് കാർഡിൽ യൂസ് ചെയ്യാൻ നേരത്ത് അവിടെ തരുന്ന ഇമേജ് എന്താ പറയുക AMDയുടെ FSR 4നേക്കാളും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ക്വാളിറ്റിയാണ് XeSS തരുന്നത്. സെയിം ഗ്രാഫിക് കാർഡ് വെച്ചിട്ട് സെയിം അപ്സ്കെയിലിംഗ് ടെക് യൂസ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രാഫിക് കാർഡ് ചൂസ് ചെയ്തത്. ഇത് 2 വേരിയന്റിൽ വരുന്നുണ്ട്. 200-300 യൂറോ വ്യത്യാസത്തിലാണ്. ഇതിൽ നമ്മുടെ ബിൽഡ് ഫോക്കസ് ചെയ്തത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും വൈറ്റിനാണ് കുറച്ചും കൂടി വില കുറവായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഗ്രാഫിക് കാർഡ് ഒരു വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇൻ കേസ് നിങ്ങൾ ഭാവിയിൽ റീസെൽ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റിന് കുറച്ചും കൂടി പ്രീമിയം വാല്യൂ കിട്ടുന്ന ഒരു കാർഡാണ്. പോരാത്തതിന് ആസ്റോക്കിന്റെ ഈ ഒരു സ്റ്റീൽ ലെജൻഡ് വേർഷൻസിന് യൂഷ്വലി മാർക്കറ്റിൽ ഒരു ചെറിയ പ്രീമിയം എമൗണ്ട് നിങ്ങൾക്ക് റീസെയിൽ ചെയ്യുമ്പോഴും കിട്ടും. ഈ ഒരു വൈറ്റ് വെർഷൻ എടുക്കുക എന്നുള്ളതായിരിക്കും. ഇനി നിങ്ങൾക്ക് തോന്നിയേക്കാം ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇന്റൽ B580 ഗ്രാഫിക് കാർഡ് മാർക്കറ്റിൽ വന്നപ്പോൾ CPU ഓവർ ഹെഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് പഴയ CPU വെച്ചിട്ട് നമ്മൾ ഈ ഗ്രാഫിക് കാർഡ് കമ്പൈൻ ചെയ്യാൻ നേരത്ത് പെർഫോമൻസ് ഡ്രോപ്പ് ആകുന്നു. ഈ ഒരു ഗ്രാഫിക് കാർഡ് ബഡ്ജറ്റ് ഗ്രാഫിക് കാർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ പോലും പഴയ CPU പറ്റില്ല. പുതിയ ആർക്കിടെക്ചറിലുള്ള AM5 CPU വെച്ചിട്ട് മാത്രമേ അത് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുള്ളൂ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും അത് ശരിയായിരുന്നു. പക്ഷേ ഇന്റൽ ഇതൊരു ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അതായത് പുതിയൊരു ഡ്രൈവർ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡി ആവും. ഈ ടെക് സ്പോട്ട് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള കമ്പനി ഈ പുതിയ ഡ്രൈവേഴ്സിന്റെ അപ്ഡേറ്റിന് ശേഷം വീണ്ടും ഈ ഗ്രാഫിക് കാർഡ് ടെസ്റ്റ് ചെയ്യുകയും പണ്ട്
ഉണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാം മാറ്റിക്കൊണ്ടിട്ട് തന്നെ 36% ഓഫ് ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു ലെവലിലേക്ക് ഈ സെയിം ഗ്രാഫിക് കാർഡ് ഓൺലി യൂസിങ് എന്താ പറയുക ഡ്രൈവർ അപ്ഡേറ്റ്സ് വെച്ചിട്ട് ഈ ഒരു പെർഫോമൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPU ഓവർ ഹെഡ് ഇഷ്യൂസ് വരുന്നില്ല. Ryzen 500 വെച്ചിട്ടും B580 വെച്ചിട്ടും ഉള്ള ടെസ്റ്റിങ്ങിലുള്ള ഒരുപാട് ഗെയിമിംഗ് ബെഞ്ച് മാർക്ക് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പറ്റും നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസ് ഒക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ മാർക്കറ്റിൽ 30,000 രൂപ താഴെ വരുന്ന ഒരു ഗ്രാഫിക് കാർഡിന്റെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റൽ B580യുടെ കോമ്പറ്റീഷനിൽ തൊട്ടടുത്തൊന്നും വരുന്നില്ല. ഓഫ് കോഴ്സ് 1440p ഗെയിമിങ്ങിന് എന്താ പറയുക മറ്റൊരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് RTX 3060 12GB കാർഡാണ്. ഇവർ രണ്ടുപേരും ഡയറക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നുണ്ടെങ്കിൽ പോലും ബേസിക് പവർ വെച്ച് നോക്കാൻ നേരത്ത് B580 തന്നെയാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡ്. പോരാത്തതിന് ഇന്റൽ അത്യാവശ്യം നല്ല രീതിയിൽ റേ ട്രേസിംഗും സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ അപ്സ്കെയിലിംഗ് പൊളിയാണ്. ഈ ഫ്രെയിം ജനറേഷൻ ടെക്നോളജി ഞാൻ നമ്മളുടെ അസസിൻസ് ക്രീഡ് ഷാഡോസ് ഈ ഗ്രാഫിക് കാർഡ് മേടിച്ചപ്പോൾ അസസിൻസ് ക്രീഡ് ഷാഡോസ് ഫ്രീ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഫ്രെയിം ജനറേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് കളിച്ചത്. കാരണം നമുക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പേഴ്സണലി ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡാണ്. ടീം ഇന്റൽ നേക്കാൻ നേരത്തെ എല്ലാവർക്കും ചെറിയൊരു പേടി വരും. പക്ഷേ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു 70,000 രൂപയുടെ ഈ ഒരു ബിൽഡിൽ ഇന്റൽ B580 കാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞിരുന്നത് 70,000 രൂപ ബഡ്ജറ്റ് ആയിരുന്നു. പക്ഷേ എല്ലാം കൂടി വന്നപ്പോഴേക്കും 70,162 രൂപയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാണിച്ച പാർട്സിൻ്റെയും ലിങ്കുകളും എല്ലാം വീഡിയോയിൽ തന്നെ വന്നിട്ടുണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഒന്നുകൂടി പറയുന്നു, ഇത് ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ അതായത് 7/12/25 ഈ ഒരു ഡേറ്റിലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഗെയിമിംഗ് PC നോക്കുക, റേറ്റ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പണിയാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു ടിപ്പ് എന്ന് വീഡിയോ തീർക്കുന്നതിന് ഒരാളും കൂടി പറയാം, നിങ്ങൾ റാമും SSDയും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് യൂസ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ ലാഭിക്കാം. അടുത്ത ഗ്രാഫിക് കാർഡിൻ്റെ 1440p ഗെയിമിങ്ങിന് തൊട്ടടുത്തുള്ള പ്രൈസ് റേഞ്ചിലൊന്നും വലിയ ഇത് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 16GB പുതിയ റാമും 512GB SSDയും വെച്ചിട്ട് അവിടെ സാക്രിഫൈസ് ചെയ്തത്. പക്ഷേ 1440p ഗെയിമിങ്ങിന് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ ഒരു സിസ്റ്റം ഓക്കെ ആണ്. അടുത്ത ഒരു എന്താ പറയുക ഇന്റൽ എന്ന് പറയുന്നത് ഈ കറണ്ട് ജനറേഷൻ കാർഡാണ്. ഡ്രൈവർ സപ്പോർട്ട് അവർക്ക് വളരെ കൂടി വരുന്ന മെച്യൂരിറ്റി വന്ന ഒരു കാർഡാണ്. അപ്പോൾ അടുത്തൊരു 3-4 വർഷത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് യൂസിങ് അപ്സ്കെയിലിംഗ് ടെക്നോളജി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.